ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജിട്ടി. ജിട്ടസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കണും കൂടി വരുന്നുണ്ട്, അതും കൂടി അമർത്തി പിടിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അപ്പം പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോണീൻ്റെ മൈക്രോഫോൺ, അതിൻ്റെ പേര് വരുന്നത് സോണി വയർലെസ് മൈക്രോഫോൺ ECM W2BT. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, നമുക്കപ്പം പ്രൊഡക്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന്, ഈ ഒരു ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട മാതിരി തന്നെ ആണ് ഇതിലെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു ബാഗും ഉണ്ട്, പിന്നെ കുറച്ച് തുണ്ടും പേപ്പറും ഒക്കെ ഉണ്ട്. ഇത് യൂസർ മാനുവലാണ്. ഇത് അവർക്കും അറിയാം, നമുക്കും അറിയാം, നമ്മളിത് ആരും യൂസ് ആക്കാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ അത് കണക്ക് തന്നെ വെച്ചു. പിന്നെ നമുക്ക് നമ്മുടെ ബാഗ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ്. ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഒരു കവറിനകത്താണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം ഞാൻ എടുക്കുന്നത് ഇതാണ്. എനിക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ മൈക്കാണ്, മീൻസ് ട്രാൻസ്മിറ്ററാണ് നമ്മുടെ കൈ കിട്ടിയേക്കുന്നത്. പിന്നെ രണ്ടാമത് ഇതാണ് നമ്മുടെ റിസീവർ. ഇതാണ് നമ്മുടെ റിസീവർ വരുന്നത്, സോണീൻ്റെ റിസീവർ വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇത് നമ്മുടെ 3.5 mm ഓഡിയോ ഔട്ടാണ്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ചാർജിങ് കേബിളാണ് വരുന്നത്, ഒരു ചെറിയ ചാർജിങ് കേബിളാണ്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ വിൻഡ് മഫ്ലറാണ്. ഇതിലെങ്ങനെയാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അത് 3 രീതി സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് പറ്റും. ഒന്ന് റിസീവർ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ നമ്മുടെ ട്രാൻസ്മിറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ നമ്മുടെ റിസീവറും ട്രാൻസ്മിറ്ററും രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്മിറ്റർ മാത്രമാണെങ്കിൽ മൈക്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ആക്കുക, റിസീവർ ആണെങ്കിൽ റിസീവറിൻ്റെ ഓപ്ഷൻ, ബോത്ത് ആണെങ്കിൽ ആ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നിങ്ങൾ ആ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഡിജിറ്റലായിട്ടും അനലോഗായിട്ടും നമുക്ക് വോയിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നത് നമ്മുടെ ഈ മൈക്രോ USB ചാർജിങ് കേബിളാണ് ഇത് വരുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ 3.5 mm ഓഡിയോ കട്ടാണ് ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു 3.5 mm ഓഡിയോ ജാക്ക് വരുന്നത്. ഈ ഒരു കേബിൾ യൂസ് ആക്കി സോണി അല്ലാണ്ട് വേറെ ക്യാമറയിൽ നമുക്ക് കണക്റ്റ് ആക്കാൻ പറ്റും. പിന്നെ വരുന്നത് സോണി ക്യാമറ ആണെങ്കിൽ ഈ ഒരു ഹോട്ട് ഷൂവിൽ റിസീവർ ഡയറക്റ്റ് ആയിട്ട് കണക്റ്റ് ആക്കാൻ പറ്റും, വേറെ കേബിളിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് നമ്മുടെ മൈക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ഓപ്ഷൻ നമ്മുടെ ട്രാൻസ്മിറ്ററിലാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ അറ്റേണൽ സെറ്റിംഗ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് അറ്റേണൽ സെറ്റിംഗ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാലും എത്ര dBയിലാണ് നമ്മുടെ സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിൽ നമുക്ക് വരുന്നത് 20 dB ഉണ്ട്. 20 dB നമ്മുടെ സൗണ്ട് മാത്രമായിരിക്കും ക്യാപ്ചർ ചെയ്യുന്നത്. 10 dB വരുന്നത് നമ്മുടെ വോയിസും പിന്നെ കുറച്ച് പുറത്തുള്ള വോയിസും കൂടെ അതിൽ ക്യാപ്ചർ ചെയ്യും. 0 dB എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ചുറ്റുപാടുള്ള സൗണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യും. പിന്നെ വരുന്നത് ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്മിറ്ററിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതാണ്. പിന്നെ വരുന്നത് നമ്മുടെ 3.5 mm തന്നെ ജാക്കാണ്. അത് നമ്മുടെ മഫ്ലർ കണക്ട് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷനാണ് അവിടെ വരുന്നത്. അല്ലാതെ നമുക്ക് വരുന്ന നമ്മുടെ മറ്റേ കേബിൾ നമുക്ക് ഇതിനകത്ത് യൂസ് ആക്കാം. പക്ഷേ ഇത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ എത്ര നമ്മൾ സ്ട്രോങ് ആയിട്ട് വലിച്ചാൽ മാത്രമേ അത് എത്രയായിട്ട് ഊരി വരത്തുള്ളൂ. അത് നല്ല രീതിയിൽ അവർ ടൈറ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡസ്റ്റ് ആൻഡ് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് കുറച്ച് പൊടി കയറിയാലും പിന്നെന്താ ഒരു ചെറിയ രീതിയിൽ ഈർപ്പം തട്ടിയാലും വലിയ രീതിയിൽ കുഴപ്പവും ബുദ്ധിമുട്ടൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാവുന്നില്ല.
അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 200 മീറ്റർ പരിധിയിൽ നമുക്ക് വോയിസ് ക്യാപ്ചർ ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മുടെ റിസീവർ നമ്മുടെ ക്യാമറയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിറ്റർ ഓർ മൈക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതും പിടിച്ചുകൊണ്ട് നമുക്ക് 200 മീറ്റർ പരിധിയിൽ 200 മീറ്റർ അകലത്തിൽ നമുക്ക് നടന്ന് ഞാൻ കാണിക്കുകയാണ്. ഞാൻ ഫുൾ വോക്കാക്കുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഞാൻ സ്വല്പം വോക്കാക്കിയിട്ട് അവിടെ അങ്ങ് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങേറ്റത്തും, അപ്പോൾ അങ്ങേറ്റത്ത് പോയിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 200 മീറ്ററിൽ മാറി നിന്നാണ് ഞാൻ ടോക്ക് ചെയ്യുന്നത്. 200 മീറ്റർ ഉണ്ടോ എന്ന് എനിക്ക് കൺഫേം അറിയത്തില്ല, പക്ഷെ ഏതായാലും നല്ല ലോങ്ങിൽ നിന്നാണ് ഞാനിപ്പോൾ ടോക്ക് ചെയ്യുന്നത്. അപ്പം വലിയ സൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ അറിയത്തില്ല. എഡിറ്റ് ചെയ്യുമ്പം എനിക്ക് മനസ്സിലാവും. പക്ഷെ അവർ പറയുന്നത് നമുക്ക് 200 മീറ്ററിൽ മാറി ഡിസ്റ്റൻസിൽ നമുക്ക് സൗണ്ട് ഒരു ക്യാപ്ചർ നമ്മുടെ മൈക്രോഫോൺ ക്യാപ്ചർ ചെയ്യുമെന്നാണ്. അപ്പോൾ എനിവേ ഞാനിപ്പം ഇവിടെ ഇത്ര എത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം കാണാൻ പറ്റും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം സോണീൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ വാങ്ങുന്ന വേറൊരു പ്രൊഡക്റ്റാണ് സോണീൻ്റെ തന്നെ വയേർഡ് ECM LV1 മൈക്രോഫോൺ. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ മിക്കവരുടെയും കൈ കണ്ടിട്ടുണ്ട്. ഈ സോണീൻ്റെ ഈ ഒരു വയർലെസ് ഫോണിൻ്റെ മൈക്രോഫോണിൻ്റെ കൂടെ തന്നെ അവർ ആ ഒരു വയേർഡ് മൈക്രോഫോണും കൂടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. അപ്പം പിന്നെ മിക്കവരുടെയും കൈ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ചെറിയ രീതിയിൽ അതിൻ്റെ റിവ്യൂയും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ECM LV1 എന്ന പേരിൽ ഇത്തരത്തിലുള്ള ലാബിലെയർ മൈക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു ലാബിലെയർ മൈക്കിന്റെ പ്രത്യേകത സ്റ്റീരിയോഫോണിക് മൈക്കാണ് എന്ന് പറഞ്ഞ് 2 ചാനൽ വഴി നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പിന്നെ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ഉള്ള എല്ലാ മൈക്കും മോണോ റെക്കോർഡിംഗ് ആണ്. എൻ്റെ കയ്യിലുള്ള സോണീൻ്റെ ഈ മൈക്കിനൊപ്പം തന്നെ ഈ ഒരു ലാബിലെയർ മൈക്ക് കൂടെ വാങ്ങുവാണെങ്കിൽ സോണീൻ്റെ ട്രാൻസ്മിറ്ററിലെ 3.5 mm ഓഡിയോ ജാക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ലാബിലെയർ മൈക്ക് കണക്ട് ആക്കി യൂസ് ആക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ആമസോൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയേക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് അമർത്തിപ്പിടിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.